എന്താ പറയാ, പഠിക്കുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഫോണിൽ ഇങ്ങനെ ചെറിയൊരു ചായ പൈസയൊക്കെ ഉണ്ടാക്കുന്നത് കാണുന്നത്, 1000-2000 ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇതെന്താണ് നമുക്കും പറ്റാത്ത. അത് ആക്ച്വലി എൻ്റെ ഫാമിലി മാരീഡ് ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ കണ്ട അത്ര പ്രായം തോന്നിക്കില്ല കേട്ടോ. താങ്ക്സ് ഫോർ യുവർ കോംപ്ലിമെന്റ്. ഇതൊക്കെയല്ലേ സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതായത് കിട്ടുന്ന കാശ് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആരും പഠിപ്പിക്കുന്നില്ല. ഏതൊരു ട്രേഡിങ്ങിൽ ഇറങ്ങുന്ന ആൾക്കാരോട് എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇത് ഒരു മണി ചെയിനോ അല്ലെങ്കിൽ 10-20 ഉണ്ടാക്കുന്ന ഒരു സ്കില്ലല്ല. ഓക്കെ, സംഭവം നടപടി ആവില്ല. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഭയങ്കരമായിട്ട് പഠിക്കാൻ തന്നെ ഉണ്ട്. സത്യം അതിൻ്റെ ഒരു ബ്യൂട്ടി അത് ആസ്വദിച്ചാലേ മനസ്സിലാവും. സ്വപ്നം കണ്ടത് എന്തോ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ കാര്യത്തിൽ. അത് ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞ സെഗ്മെന്റ് എല്ലാവർക്കും പറ്റിയ പണിയൊന്നുമില്ല. ഇവർക്ക് അറിയത്തില്ല ഞാൻ എത്രമാത്രം മുന്നിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു പോയിന്റിലേക്ക് എത്തിയെന്നുള്ളത്. ഹായ്, എൻ്റെ പേര് ബെൻസൺ, ഞാൻ മില്ലിനോട്സിൽ സീനിയർ മെന്ററാണ്. ഇന്ന് നമുക്ക് ഒരു അതിഥിയുണ്ട്, നമുക്ക് അതിഥിയെ പരിചയപ്പെടാം. മിസ്റ്റർ സവാദ്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഹായ്, എൻ്റെ പേര് സവാദാണ്. ഞാൻ മില്ലിനോട്സിൽ PR ആയിട്ട് വർക്ക് ചെയ്യാം. ഏകദേശം ഒരു 2 വർഷമായി. അടിപൊളിയായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ പറയും എന്താണ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ട്രേഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലേ? കുറച്ച് കാലങ്ങളായിട്ട് നല്ല രീതിയിൽ പോകുന്നു. എങ്ങനെയാ ട്രേഡിംഗ് ഒക്കെ, എങ്ങനെയാ ആ ഒരു മേഖലയിലേക്ക് എത്തിയത്? എങ്ങനെയാ ട്രേഡിങ്? എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു ഫീൽഡ് ട്രേഡിംഗ് ആയിരുന്നില്ല. ഓക്കെ, ഞാൻ പഠിച്ചതൊക്കെ എഞ്ചിനീയറിംഗ് ആയിരുന്നു, ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പഠിക്കുന്ന കാലത്ത് എന്ന് വെച്ചാൽ പൊതുവെ അവിടുത്തെ സ്റ്റുഡൻസ് എന്താ പറയുക, പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഫോണിൽ ഇങ്ങനെ ചെറിയൊരു ചായ പൈസയൊക്കെ ഉണ്ടാക്കുന്നത് കാണുന്നത്, 1000-2000 ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇതെന്താണ് നമുക്കും പറ്റാത്ത. അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റിൽ വന്നതാണ് ഈ ഫീൽഡിലേക്ക്. ആഫ്റ്റർവേർഡ്സ് എന്താ പറയുക, ചെയ്ത് നോക്കുമ്പോൾ അതിൽ കുറേ നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, വിഷയമില്ല. ബട്ട് അത് ചെയ്ത് നോക്കിയാൽ നമുക്കും ഇതിൽ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് തന്നെ. ഓക്കെ, ഇതിപ്പോൾ എത്ര നാൾ മുന്നാണ് ഇപ്പോൾ ട്രേഡിങ് അതായത് ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ എത്ര നാളായി ഉണ്ടാവും ആ ഒരു ഫീൽഡിൽ, ട്രേഡിംഗ് എന്ന ഫീൽഡിൽ? ഞാൻ ട്രേഡിംഗ് എന്ന ഫീൽഡിലേക്ക് ഏകദേശം 2 വർഷമായി. 2 വർഷത്തോളമായി. പഠിച്ചതൊക്കെ ട്രേഡിംഗ് പഠിച്ചതൊക്കെ എന്ന് വെച്ചാൽ ആദ്യം കുറച്ചു കാലം ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തു, കുറെ കളഞ്ഞു. പിന്നെ മനസ്സിലായി ഇത് അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു പരിപാടിയല്ല. പിന്നെ ഞാൻ എന്താക്കി ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ മിലൻ ഡോട്ട്സിൽ തന്നെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ മിലൻ ഡോട്ട്സിൽ ഒരു സ്റ്റുഡൻ്റായി ഓഫ്ലൈൻ ജോയിൻ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അങ്ങനെ അവിടെ നിന്ന് ചെയ്തു. ഇപ്പോൾ ഓക്കെ, അടിപൊളിയായിട്ട് ട്രേഡിംഗ് അടിപൊളിയായിട്ട് പോകുന്നു. ഞാൻ ഇവിടെ വർക്കും ചെയ്യണം. ഇപ്പൊ ട്രേഡിംഗ് തുടങ്ങിയ സമയത്ത് എത്ര ക്യാപിറ്റൽ കൊണ്ടായിരുന്നു തുടങ്ങിയ സമയത്തൊക്കെ ചെയ്തിരുന്നത്? ഞാൻ ആക്ച്വലി ഓപ്ഷൻ ബയ്യറാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ക്യാപിറ്റൽ ഒന്നും ആവശ്യമില്ല. ഒരു 10,000-20,000, അതിൽ കൂടുതൽ ഡിപ്ലോയ് ഇല്ല. 20,000 മാക്സിമം. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് മന്ത് ഒക്കെ ഉള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ട്രേഡിംഗിൽ? എങ്ങനെയാണ് റിട്ടേൺസ് ഒക്കെ? ലാസ്റ്റ് മന്തിൽ എനിക്ക് ഏകദേശം 250% എനിക്ക് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. 250%? ക്യാപിറ്റൽ ഓൾമോസ്റ്റ് 20,000 ആണ്. 50,000 ഓൾമോസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഒരു മാസം നമുക്ക് എത്ര ട്രേഡൊക്കെ ഉണ്ടാവും ഒരു ഓപ്ഷൻ ബയർ എന്ന നിലയ്ക്ക്? ഓപ്ഷൻ ബയ്യർ എന്ന നിലയ്ക്ക് നമുക്ക് ഡെയിലി വൈസ് അങ്ങനെ ട്രേഡ്സ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് കണ്ട ട്രേഡ്സ് എടുക്കും, പുഷ് ചെയ്യും. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ. അതത്രേ ഉള്ളൂ. നമുക്ക് ഡെയിലി ഇന്ന് എനിക്കൊരു ട്രേഡ് വേണം, ഇന്നൊരു പ്രോഫിറ്റ് വേണം, അങ്ങനത്തെ ഒരു സംഭവമില്ല. ഓക്കെ, അപ്പോൾ ഈ ട്രേഡിംഗ് ഒരു കരിയർ ആക്കി മാറ്റാൻ പറ്റും എന്ന് സവാദിന് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ്? ട്രേഡിംഗ് ഒരു അടിപൊളിയായിട്ട് നമുക്ക് കരിയറായിട്ട് കൊണ്ടുപോകാനും പറ്റും. നമുക്ക് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ട്രേഡിംഗ്. ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇപ്പോൾ പേഴ്സണലി ഞാനൊരു ഓപ്ഷൻ ബയ്യറാണ്. ഓക്കെ, ഓപ്ഷൻ ബയ്യറിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ ചിന്തിച്ചിരിക്കുന്ന അല്ല മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ ഫുൾ ടൈം ഇരിക്കണം, ഹൈ റിസ്ക് ആണ്, മനസ്സിലായോ? ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട് എല്ലാവർക്കും. ശരിയാണ്, ഹൈ റിസ്ക് ആണ്. ബട്ട് മേ ബി ലൈക്ക് എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഇതിൽ ഇങ്ങനെ നിൽക്കുന്നത്, മനസ്സിലായോ? എനിക്ക് സ്വിംഗ് ട്രേഡൊക്കെ പാസീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. ബട്ട് ഐ ലവ് ദാറ്റ് സ്കിൽ, ഓപ്ഷൻ ബൈയിങ്, ആ റിസ്ക് എടുക്കാനും. പക്ഷെ ചെയ്യുന്നത് ഡിസിപ്ലിനോട് ചെയ്താൽ എല്ലാം അടിപൊളിയാണ്. അതിൽ കുറച്ച് ഫാക്ട്സ് ഉണ്ട്, റിസ്ക് മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്, പിന്നെ അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്താൽ തന്നെ ഇറ്റ് വിൽ ബി ലൈക്ക്. മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ചെറിയ ക്യാപിറ്റൽ കൊണ്ടാണ് തുടങ്ങിയത്, ഇപ്പോഴും ബയ്യറായ കാരണം ചെറിയ ക്യാപിറ്റൽ തന്നെ മതി. അപ്പോൾ ക്യാപിറ്റൽ അപ്പോൾ ഒരു ഹിൻഡ്രൻസ് അല്ല എന്നാണോ പറയണത്? അതായത് വലിയ ക്യാപിറ്റൽ വേണമെന്ന് കുറേ ആൾക്കാർ പറയാം. അപ്പോൾ ക്യാപിറ്റൽ എങ്ങനെയാണ്, അതിനെപ്പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്? പേഴ്സണലി ഞാനൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഓപ്ഷൻ ബയ്യറിനെ സംബന്ധിച്ചോളം ശരിക്കും പൊസിഷൻ സൈസിങ് ഒക്കെ ചെയ്തിട്ട് ഒരു 10,000 ക്യാപിറ്റൽ ഒരു ട്രേഡിലേക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം അയാളുടെ അടുത്ത് 1 lakh rupees ക്യാപിറ്റൽ വേണം. ഓക്കെ, മനസ്സിലായി? 1 lakh ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു 10,000 ആക്ച്വലി 10,000 to 20,000 ഡിപ്ലോയ് ചെയ്യാൻ പാടുള്ളൂ. അതെ, ദാറ്റ്സ് എ റിയൽ തിങ്, മനസ്സിലായി?
ഇനി നിങ്ങളുടെ അടുത്ത് 10 ലാക്കോ 5 to 10 lakhs rupees ഉണ്ടെന്നുണ്ടെങ്കിലും ഐ വോണ്ട് റെക്കമെൻഡ് യു ടു പുട്ട് ഡിപ്ലോ ഓൾമോസ്റ്റ് ലൈക്ക് 50%. ഡിപ്ലോ ഞാൻ പേഴ്സണലി പറയില്ല, ബിക്കോസ് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഇപ്പോൾ ഒരു 50,000 നിങ്ങളൊരു ക്യാപിറ്റൽ ഡിപ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ലോസ് അത് ലോസ് ഒരു 10,000 20,000 കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഇമോഷൻ അടിക്കും. മനസ്സിലായി. ബയേഴ്സിനെ സംബന്ധിച്ചോളം ഇമോഷനാണ് മെയിൻ പ്രോബ്ലം, മനസ്സിലായോ? അപ്പോൾ അതടിക്കും. അപ്പോൾ നല്ല രീതിയിൽ ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ചെറിയ രീതിയിൽ ലോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, ഇപ്പോൾ ഓൺ എ പേഴ്സൻറ്റേജ് ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇപ്പോൾ എൻറ്റയർ ക്യാപിറ്റൽ പറഞ്ഞൊരു 1 lakh ഉണ്ടെങ്കിൽ 10,000 അല്ലെങ്കിൽ 20 നമുക്ക് ഡിപ്ലോയ് ചെയ്യാവുന്ന രീതിയിൽ പറഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ച് ഒരു എൻറ്റയർ ക്യാപിറ്റലിൻ്റെ പുറത്തായിരിക്കുമല്ലോ SL കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും SL ഒരു ട്രേഡിൽ സാധാരണ കൊടുക്കാറുണ്ടാവുക? ഓപ്ഷൻസിൽ മെയിൻലി ഓപ്ഷൻ ബയ്യിങ്ങിൽ നമുക്ക് 5% റിസ്ക് അല്ലെങ്കിൽ 1% റിസ്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു വോളട്ടൈൽ പോലത്തെ ഒരു മാർക്കറ്റാണ് ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ 10,000 ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെയിലി ഒരു 500 ലോസ് അല്ല ഒരു ട്രേഡിൽ. ഏതൊരു ട്രേഡ് നമ്മൾ എടുക്കുന്നതാണെങ്കിലും അതിൻ്റെ പ്രോഫിറ്റ് ലോസ് നമ്മൾ അത് സെറ്റ് ചെയ്യും. മിനിമം 1:2 നമ്മൾ എടുക്കും അല്ലേ? അപ്പോൾ ഒരു 500 ലോസ് നമ്മൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1000 പ്രോഫിറ്റ് നമ്മൾ കണ്ടിരിക്കും. പക്ഷെ 500 ലോസ് ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം. അതാണ് ഡിസിപ്ലിൻ, മനസ്സിലായി? അപ്പോൾ അത് ഡീസൻ്റ് ആയിട്ട് കൊണ്ടുപോകണം. അല്ലാണ്ട് നമുക്ക് സ്റ്റോക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്ന പോലെ ഇത്ര പോയിന്റ് എന്ന രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റില്ല. മനസ്സിലായി. ഇപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ കാര്യം ആലോചിക്കുമ്പോണ്ടല്ലോ, ഞാൻ ട്രേഡിങ് തുടങ്ങിയ സമയത്ത് വളരെ ചെറിയ ക്യാപിറ്റൽ കൊണ്ട് തന്നെയാണ് ഞാനും ട്രേഡിങ് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1-2 ട്രേഡ് ചിലപ്പോൾ എടുക്കാം, ചിലപ്പോൾ എടുക്കില്ല. പക്ഷേ ബെൻസിന് ചെയ്യുന്ന സെഗ്മെന്റ് ഞാനിപ്പോൾ ആക്ച്വലി ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. അതിൻ്റെ കൂടെ ഈക്വിറ്റിയിലും ഞാൻ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ ഒരു ലെവലിലേക്ക് ഇപ്പോൾ നമ്മളെ കയ്യിൽ കുറച്ച് ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തുടക്ക സമയത്ത് ഞാൻ പറഞ്ഞ സമയത്ത് നമുക്ക് എന്താണ് ഈ ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്കൊരു ഹ്യൂജ് റിട്ടേൺസ് ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ കുറച്ച് പ്രഷർ എൻ്റെ മേലെ കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഒരു 10,000 രൂപ ക്യാപിറ്റൽ, ആ ക്യാപിറ്റൽ വെച്ചിട്ട് ഞാനൊരു 5,000 രൂപ 2,000 രൂപ റിട്ടേൺസ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അത് കുറച്ചൊരു കടുപ്പമായിട്ട് തോന്നാറുണ്ട്. അത് ലിവറേജ് ഒക്കെ വെച്ച് എനിക്ക് ചെയ്യുമ്പോൾ പേഴ്സണലി. അപ്പം ഞാൻ ചിന്തിച്ചേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ കൂട്ടിയിട്ട്, എൻ്റെ പെർസ്പെക്റ്റീവാണ് എൻ്റെ സൈഡിൽ, ക്യാപിറ്റൽ കൂട്ടിയിട്ട് ചെറിയ ശതമാനം എടുക്കുക. അതായത് എനിക്കൊരു 1000 രൂപ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഒരു 10 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇറക്കിയിട്ട് അതിൻ്റെ 1% എന്ന രീതിയിൽ, അല്ലെങ്കിൽ 1% 10,000 ആയി, അതിന് താഴേക്ക് നമുക്ക് ചെറിയ റിട്ടേൺസ്. അപ്പം നമുക്ക് എന്താണ് കമ്പാരിറ്റീവ്ലി എളുപ്പമായ പോലെ എനിക്ക് തോന്നാറുണ്ട്. ആ ഒരു പെർസ്പെക്റ്റീവിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അത് ആക്ച്വലി സെല്ലേഴ്സ് പെർസ്പെക്റ്റീവ് എന്ന് ഞാൻ പറയും. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ 3 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് അല്ലേ? അതായത് സാധാരണ നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഇക്വിറ്റി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഓപ്ഷൻ ബയ്യേഴ്സ്, സെല്ലേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ 3 ആൾക്കാരാണ് മാർക്കറ്റിൽ. അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് വരുന്ന എല്ലാ റീറ്റെയിൽ കസ്റ്റമേഴ്സും, അതായത് വരുന്ന ആൾക്കാർ, എല്ലാ പാർട്ടിസിപ്പൻസും എല്ലായിടത്തും ഇതേപോലെ 10 lakh 5 lakhs ഒന്നും ഉണ്ടാകുന്ന ട്രേഡ് ചെയ്യണ്ടേ? സത്യം, അത് ശരിയാണ്, അതൊരു പോയിന്റാണ്. അപ്പോൾ ഞാനെന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഞാൻ ആ ഒരു ടൈമിൽ അങ്ങനെ വന്നൊരു വ്യക്തി ആയതിനാൽ, അതായത് എൻ്റെ അടുത്ത് 5 lakh 10 lakh ഒന്നും ഇല്ല. ആ ടൈമിനകത്ത് 10 lakh rupees ഉണ്ടെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഞാൻ സേഫർ സൈഡ് ആയിട്ടുള്ള ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ അടുത്ത് അതില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ റിസ്ക് എന്ന് പറഞ്ഞ സംഭവം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു കുഴപ്പമില്ല. റിസ്ക് ഇല്ലാണ്ട് നമുക്ക് ഒരു എന്താ പറയുക, ഒരു റിവാർഡ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഞാൻ നോക്കുമ്പോൾ, ഞാനിപ്പോൾ കുറേ കുട്ടികളോട് പഠിപ്പിക്കുന്നതാണ്, ഞാൻ നോക്കുമ്പോൾ മെജോറിറ്റി ആൾക്കാർ ഇപ്പോൾ എൻക്വയറീസ് വരണതാണെങ്കിൽ കാണുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാശ് ഉണ്ടാക്കണം, പഠിക്കാൻ സമയമില്ല. കാശ് ഉണ്ടാക്കണമെന്നുണ്ട്, പക്ഷേ ഈസി ആയിട്ട് കുറച്ച് പോക്കറ്റ് മണി കിട്ടണം. ഇതിനായിരിക്കും സവാദിനും കോളൊക്കെ കാണുമ്പോൾ കിട്ടുന്നുണ്ടാവുക. അവരോടൊക്കെ എന്താ പറയാനുണ്ടാവുക? ഏതൊരു ട്രേഡിങ്ങിൽ ഇറങ്ങുന്ന ആൾക്കാരോട് എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇത് ഒരു മണി ചെയിനോ അല്ലെങ്കിൽ 10-20 ഉണ്ടാക്കുന്ന ഒരു സ്കില്ലല്ല. ഓക്കെ, സംഭവം നടപടി ആവില്ല. മനസ്സിലായി? ഇനി വെറുതെ കണ്ടുപിടി ഏതെങ്കിലും ഒരു പുട്ട് ഓപ്ഷനോ ബൈ ഓപ്ഷനോ ബൈ ചെയ്തിട്ട് കിട്ടിയില്ല ചട്ടി, ആ സംഭവം ഇല്ല. ഓക്കെ, ഇതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഡെഡിക്കേറ്റ് പഠിക്കാൻ തന്നെ ഉണ്ട്. ഏതൊരു ബിസിനസ്, ഇപ്പോൾ അപ്പാർട്ട് ഫ്രം ദിസ് ട്രേഡിംഗ് എന്ന സംഭവം മാറ്റി വെക്കുക. നിങ്ങൾ ഏതൊരു ഫീൽഡിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് അല്ലാണ്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അതിനെ കൊണ്ടൊരു കാര്യമില്ല. മനസ്സിലായി? ഓക്കെ, പിന്നെ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു സെഗ്മെൻറ്റ് ഗുണം എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് പോസിറ്റീവ് സൈഡ് ഞാൻ പറയാം ജസ്റ്റ് ഒന്ന്. അതായത് ഇപ്പോൾ നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നുണ്ടാവും, ഇപ്പോൾ ഈവൻ ലൈക്ക് മീ, ഞാനിവിടെ മിനിറ്റ് വർക്ക് ചെയ്യാം, എനിക്കിവിടെ സാലറി ഉണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ എനിക്കൊരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു താല്പര്യമുണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ ഞാൻ പുറത്ത് വേറൊരു ഷോപ്പിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യുന്നതാണെങ്കിൽ പേഴ്സണലി എനിക്ക് അവിടെ എനിക്ക് അവിടെ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്ക് ഫിസിക്കലി ഞാൻ അവിടെ എത്തണം. മനസ്സിലായി? അപ്പോൾ ഇറ്റ് ഈസ് ഹെക്ടിക് ഫോർ മീ, റൈറ്റ്? അതായത് ഇവിടെ വർക്ക് ചെയ്യണം, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം, വീണ്ടും വരണം. എന്നിട്ടും ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, എനിക്ക് വേറൊരു ഇൻകം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താക്കും, വീണ്ടും വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും.
അതിനെക്കുറിച്ച് അതിൻ്റെ ബാക്കിൽ പോകണം. അവിടെ നോക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ഉണ്ടാവും, മനസ്സിലായി. പക്ഷേ നമുക്ക് മര്യാദ റെസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം എന്തായി, മില്യൺ ഡോട്ട്സ് ആണെങ്കിൽ മില്യൺ ഡോട്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അലോങ് വിത്ത് ദാറ്റ് ഞാൻ എന്താ കുറച്ച് റിസ്ക് എടുത്തൊരു ഓപ്ഷൻ ബൈങ് ചെയ്യുന്നുണ്ട്. ഡെയിലി ഒരു 1 or 2 hours ഞാൻ അത്ര സ്പെൻഡ് ചെയ്യുന്നുള്ളൂ അലോങ് വിത്ത് ദാറ്റ്. എന്ന് വെച്ചിട്ട് മാർക്കറ്റ് 9:15 ഓപ്പൺ ആയി 3:30 വരെ ട്രേഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ട്രേഡ് ഇല്ല. മാർക്കറ്റ് എപ്പോഴാണ് നമുക്ക് അഡാപ്റ്റ് ആയിട്ട് വരിക, ആ ടൈമിൽ നമ്മൾ എന്തൊക്കെ ട്രേഡ് എടുക്കും, എക്സിറ്റ് ചെയ്യും. മനസ്സിലായി. ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ കേരളത്തിലെ കാര്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോലി വെച്ചുകൊണ്ട് മാത്രം മുന്നോട്ടേക്ക് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അപ്പോൾ എല്ലാവരും മനസ്സിൽ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ പറയുന്നത് ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ ആകാം എന്നുള്ളത് തന്നെയാണ് ഒരു ആൾക്കാർക്ക് നെക്സ്റ്റ് തോട്ട് വരിക. പക്ഷേ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെയുള്ളവർക്ക് ട്രേഡിംഗ് ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന എന്താ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? അതിലിപ്പോൾ കുറേ വശങ്ങളുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടോ, ലൈക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിസൈഡ്. അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ കുറേ വശങ്ങളെന്ന് വെച്ചാൽ ഏതൊരു ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലത്ത് ഈ ഒരു ടൈമിൽ നമുക്ക് ഏതൊരു ബിസിനസ്സിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 lakh rupees ഒന്നും ഇല്ലാണ്ട് ഒരു ബിസിനസ് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഷെയറോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ റെൻറ്റിന് എടുക്കാനോ എന്തെങ്കിലും അവിടെ അഡ്വാൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഡെപ്റ്റ് എമൗണ്ട് ആയിട്ടോ, അതായത് സാധനങ്ങൾ ഇറക്കിയിട്ട് അങ്ങനെ മിനിമം ഒരു 10 lakh ഇല്ലാണ്ട് ഇപ്പോൾ ഒരു ബിസിനസ്സും ഇല്ല, റൈറ്റ്? ആ എമൗണ്ട് അവിടെ ഡെഡായിട്ട് കിടക്കും. നമ്മൾ വിചാരിക്കും ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മന്ത്ലി നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് 20,000 റിട്ടേൺസ് വന്നിട്ട് ഇത് 20,000 പ്രോഫിറ്റാണ്. അബ്സല്യൂട്ട്ലി നോട്ട്. ബിക്കോസ് നമ്മളൊരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഇവിടെ കിടക്കുക. നമുക്ക് അവിടെ നിന്ന് 20,000 കിട്ടിയത് പ്രോഫിറ്റ് അല്ല. നമുക്ക് ഇനി കുറേ ടൈം കൊടുക്കും. ഈ 10 lakh നമ്മൾ ആ ഒരു എമൗണ്ടിലേക്ക് വരാൻ നമുക്ക് എത്ര ജേണിയാണെന്നുള്ളത് ചിന്തിച്ചാൽ മതി, മനസ്സിലായോ? അതേ സമയത്ത് നിങ്ങളൊരു ട്രേഡിങ്ങിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ 10 lakh തന്നെ ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് പഠിച്ച് ട്രേഡിംഗ് ഒക്കെ മനസ്സിലാക്കി പ്രോപ്പർ എഡ്യൂക്കേറ്റഡ് പേഴ്സണായിട്ട് നിൽക്കുന്നതാണെങ്കിൽ ആ ഒരു 10 lakh നിങ്ങൾ ട്രേഡിങ്ങിലാണ് ഇടുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എത്ര റിട്ടേൺസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓപ്ഷൻ സെല്ലിങ്ങിലാണെങ്കിൽ ലൈക്ക് പ്രോഫിറ്റ് കുറവാണ്, ബട്ട് ഒരു മന്ത്ലി ഒരു 20,000 ആവറേജ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. വേറെന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഓപ്ഷൻ സെല്ലിംഗ് വെച്ചാൽ വളരെ റിസ്ക് ഫ്രീ ആയ ഒരു സെഗ്മെൻറ്റാണ് ട്രേഡിങ്ങിൽ. ഓക്കെ, നിങ്ങൾ അവിടെ എടുക്കുന്ന അതേ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു. അതായത് അവിടെ നിങ്ങൾക്ക് മന്ത്ലി 20,000 കിട്ടും, നിങ്ങൾക്ക് ഇവിടെയും 20,000 കിട്ടും അല്ലേ, റിസ്ക് ഫ്രീ ആയിട്ട്. ബട്ട് അവിടെ നിങ്ങളെ ക്യാപിറ്റൽ ഡെഡാണ്. നിങ്ങൾക്ക് നാളെ ഒരു എമർജൻസി ഉണ്ടായി നിങ്ങൾക്ക് പൈസ വിഡ്രോ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാളെ ലിക്വിഡായിട്ട് കിട്ടും എമൗണ്ട്. അതൊരു വലിയ പോയിന്റ് ആണ് കേട്ടോ. നിങ്ങൾ ഇന്ന് നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ അടിച്ച് കഴിഞ്ഞാൽ നാളെ വർക്കിംഗ് അവേഴ്സ് ആണെങ്കിൽ വിത്തിൻ 24 hours നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരും. അത് അങ്ങനത്തെ ഒരു വശം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നല്ലൊരു പോയിന്റ് ആണ്. അത് മാത്രമല്ല ഈ ചിന്തിക്കാൻ വേറെ ഇതുണ്ട്. നിങ്ങൾക്ക് സ്വിംഗ്, അതായത് ഓപ്ഷൻ സെല്ലിങ് ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് റിസ്ക് ഫ്രീ ആയിട്ടുള്ള സെഗ്മെൻറ്റാണ്. സെയിം ലൈക്ക് ദാറ്റ് സ്വിംഗ് ട്രേഡ്സ് ഉണ്ട്. അതെല്ലാം മന്ത്ലി ഒരു 5% ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, മനസ്സിലായോ? 5% മിനിമം ഉണ്ടാക്കാൻ പറ്റും. 10 ഒക്കെ ഉണ്ടാക്കിയ കാലമുണ്ട്. അതിന് മുകളിൽ അത് പറയട്ടെ, ചിന്തിക്കണ്ട. 5% കിട്ടിയാൽ പോരെ, ശരിയാണ്, മന്ത്ലി. ധാരാളം, പിന്നെന്താ, മോർ ദാൻ എനഫ്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ആ രീതിയിൽ. അപ്പോൾ കുറേ ആൾക്കാർ ഈ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഈ ബിസിനസ് എന്ന ആശയം അങ്ങനെ ബിസിനസ് ഞാൻ മൊത്തത്തിൽ ഞാൻ മോശം അങ്ങനെയൊന്നല്ല പറയുന്നത്. ബിസിനസ് സംതിങ് ഡിഫറെന്റ്, മനസ്സിലായി? അത് ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞ സെഗ്മെന്റ് എല്ലാവർക്കും പറ്റിയ പണിയൊന്നുമല്ല, അത് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ നാളെ ഒരാളൊക്കെ എനിക്കിനി ട്രേഡിംഗ് ചെയ്യണമെന്ന് പറഞ്ഞിപ്പോൾ നാളെ നിങ്ങളോ അല്ലെങ്കിൽ ആരും ഒരാൾ വന്നില്ലെന്ന് വെച്ചാൽ അയാൾക്ക് ഇത് ഫിറ്റ് ആവണമെന്നില്ല. മനസ്സിലായി? ഇതിൽ കുറേ ഫാക്ട്സ് ഉണ്ട്. അതായത് റിസ്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ, അതെല്ലാം ഒന്ന് കറക്റ്റായി പ്രോപ്പറാണ്. നമുക്ക് മെയിനായിട്ട് ഇതിൽ വേണ്ടുന്നത് വെച്ചാൽ ഡിസിപ്ലിനാണ്. പിന്നെ വെച്ചാൽ ഓൾറെഡി കുറേ ആൾക്കാർ ഇമോഷണലി ഡൗൺ ആയ ആൾക്കാരുണ്ടാവും, കുറേ ഡെപ്റ്റ് ലൈക്ക് ഇത് ഫാമിലി പ്രോബ്ലംസ്, ഇങ്ങനത്തെ കുറേ ഇഷ്യൂസിലുള്ള ആൾക്കാർ മെയിനായിട്ട് ട്രേഡിങ്ങിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ബാക്കിൽ കുറേ ഡെപ്റ്റ് ഉണ്ടാവും. മേ ബി ലൈക്ക് 5 lakh 10 lakh അങ്ങനെ കുറേ ഡെപ്റ്റ് ഉണ്ടാവും. ഇവർ ട്രേഡിങ്ങിലേക്ക് വരുന്നത് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് റിക്കവർ ചെയ്യണം എന്നൊക്കെ മെൻറ്റാലിറ്റിയിലേക്ക് വരാം. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നോട്ട് പോസിബിൾ അറ്റ് ഓൾ. അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല. കാരണം ഇതൊരു സ്കിൽഡ്, ഞാൻ മനസ്സിലാക്കിയത് ഇത് ഹൈലി സ്കിൽഡ് ഒരു എഡ്യൂക്കേഷൻ തന്നെയാണ് ഈ ട്രേഡിംഗ് എന്ന് വെച്ചാൽ. ഇത് ഇപ്പോൾ ഞാൻ പേഴ്സണലി ഞാനിപ്പോൾ ഒരു കൊല്ലം കൊണ്ട് അഡോപ്റ്റ് ചെയ്ത സ്കില്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒരു 6 മാസം കൊണ്ട് അഡോപ്റ്റ് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾ 2 കൊല്ലം എടുക്കും. അത് ഓരോരുത്തരുടെ പേഴ്സണൽ തിങ് ആണ്, മനസ്സിലായോ? അപ്പോൾ ഓരോരുത്തരുടെ സ്കില്ല് പോലെ എനിക്കും കാര്യങ്ങളുണ്ടാകും. അപ്പോൾ എനിക്ക് പറ്റിയതുകൊണ്ട് നിങ്ങൾക്ക് പറ്റണമെന്നില്ല, മനസ്സിലായി? അറിയാലോ? അതെ, അതായത് ഈ പണത്തെ കൊണ്ട് പണം ഉണ്ടാക്കിപ്പിക്കുക, അതാണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്. അതായത് നമുക്കൊരു കറന്റ് ഒരു ജോലി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് എന്ത് പരിപാടി നടക്കുന്നുണ്ടെങ്കിലോ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സമ്പാദിച്ച പണം കൊണ്ട് ഒരു റിട്ടേൺസ് ഉണ്ടാക്കിപ്പിക്കുക എന്നുള്ളതാണ്. അതൊന്നും ഇതൊക്കെയല്ലേ സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതായത് കിട്ടുന്ന കാശ് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആരും പഠിപ്പിക്കുന്നില്ല. അതെ, ഈ രീതിയിൽ നോക്കുമ്പോൾ എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി കാലം തൊട്ട് തന്നെ കുട്ടികൾ പഠിച്ചു വരേണ്ട ഒരു സ്കില്ലല്ലേ ഈ ട്രേഡിംഗ്. എന്താ അതിനെപ്പറ്റി തോന്നുന്നത്? ഒബ്വിയസ്ലി ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ഈ ഒരു സിലബസും കൂടി ആഡ് ഓൺ ചെയ്യുന്നതാണ്.
കാരണം വെച്ചാൽ ഇത്രയും നല്ല ഒരു ഫ്രീ ആയി എല്ലാവർക്കും ആരെയും അഡോപ്റ്റ് ചെയ്യാണ്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ്. ട്രേഡിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ. ഇന്ത്യൻ മാർക്കറ്റ് അവേഴ്സ് ലൈക്ക് മോർണിംഗ് 9:15 to ഈവനിങ് 3:30 വരെ നമുക്ക് എവിടെ നിന്നിട്ടും ഇവൻ ലൈക്ക് ഇന്ത്യൻ്റെ പുറത്ത് പോയാലും എവിടെ പോയാലും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ട്രേഡിംഗ്. സത്യം അതിൻ്റെ ഒരു ബ്യൂട്ടി അത് ആസ്വദിച്ചാലേ മനസ്സിലാവും. പക്ഷെ എന്ന് വെച്ചിട്ട് വളരെ ബ്യൂട്ടി അല്ല. വെൻ ഇറ്റ് കംസ് ടു റിയാലിറ്റി, അതായത് ട്രേഡർ ആയി ഞാനൊരു സക്സസ് ആയി ഒരു മാസം നമ്മളൊരു ഒരു ഓവറോൾ പ്രോഫിറ്റ് കണ്ടതിനുള്ള ഒരു സന്തോഷമുണ്ട്. മനസ്സിലായി. കിട്ടിക്കാനുള്ള സന്തോഷം പറഞ്ഞു. അതെ. ഇപ്പം ഞാനും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ബീച്ചിൽ പോയിട്ട് ഗോവയിൽ പോയിട്ട് അല്ലെങ്കിൽ ഹിമാലയാസിലൊക്കെ പോയിട്ട് ചില്ല് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്ത് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത്രയ്ക്ക് ആ കണ്ട ഡ്രീമല്ല റിയാലിറ്റി എന്നുള്ളത്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ ഒരു ഫേസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഇതിൽ നിന്ന് പറഞ്ഞു 2-2.5 കൊല്ലം, അത് ഡിപ്പെൻസ് ആണ്. ചിലർക്ക് നേരത്തെ പറഞ്ഞാൽ 6 മാസം 1 കൊല്ലമൊക്കെ ആയിരിക്കും. എന്നാലും ഞാൻ ഓൺലൈൻ ആവറേജ് പറയും 2 കൊല്ലെങ്കിലും ഒന്ന് മാർക്കറ്റിൽ ഒന്ന് എന്താ പറയുക അതിൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കണ്ടറിയുന്ന ഒരാൾക്ക് മാത്രമാണ് അതിൻ്റെ ആ ഒരു റൂട്ട് കിട്ടത്തുള്ളൂ. വൺസ് അതൊന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഡ്രീം പോസിബിൾ ആണെന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. 100%. അതാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരു അതായത് ഈ ട്രേഡിംഗ് പഠിക്കണം എന്ന് വെച്ച ഒരാളിപ്പോൾ ഇറങ്ങുന്നതെന്ന് വിചാരിക്കാം. അയാൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, 1 കൊല്ലം അല്ല 2 കൊല്ലം ഞാൻ പഠിക്കുന്ന രീതിയിൽ മാത്രം ചിന്തിക്കാം. അതായത് പൈസ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്തിട്ടല്ല, ജസ്റ്റ് എഡ്യൂക്കേഷൻ. ഞാൻ അത് പഠിക്കുക, ഈ സ്കില്ല് എന്താണെന്ന് പഠിക്കാൻ. ബിക്കോസ് ഇറ്റ് വിൽ ടേക്ക് ടൈം. മനസ്സിലായി? ഇതിൽ കുറേ വശങ്ങളുണ്ട്. ട്രേഡിംഗ് എന്ന് വെച്ചാൽ ജസ്റ്റ് വിൽക്കൽ വാങ്ങൽ മാത്രമല്ല, പലതും നോക്കാനുണ്ട്. മാർക്കറ്റ് ന്യൂസ്, മാർക്കറ്റ് അനലൈസിസ്, ഫണ്ടമെന്റൽ അറിയാം, പിന്നെ പലതും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു സെക്കൻഡിൽ ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഫ്ലുവൻ്റ് ആയിരിക്കണം ഇതിലേക്ക്. കറക്റ്റ്. അല്ലാണ്ട് ഇപ്പോൾ ഒരു ഓപ്ഷൻ ബയറാണ്, അതുകൊണ്ടാണ് ഓപ്ഷൻ ബയർ വെച്ചാൽ ഷുഡ് ബി വെരി ക്വിക്ക്. അതായത് ഇപ്പോൾ ഓക്കെ മാർക്കറ്റ് നമ്മൾ ലെവലിൽ എത്തിക്കാൻ അപ്പോഴും പെട്ടെന്ന് ഒരു സ്വൈപ്പ് ചെയ്യണം. ആ ഒരു സ്വൈപ്പിംഗ് ടൈമല്ല നമുക്ക് അവിടെ വേണ്ട. അതിലേക്ക് എത്തിച്ച നമുക്ക് പല കാര്യങ്ങളുണ്ട്. മാർക്കറ്റ് അനലൈസിസ്, നമ്മൾ കാര്യങ്ങൾ പലതും ഉണ്ട്. ഇതൊക്കെ അവിടെ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യണം. മനസ്സിലായി. ആ ഒരു സ്കിൽ അവിടത്തേക്ക് എത്തണമെങ്കിൽ ഇറ്റ് വിൽ ബിഗ് ജേർണി. ആ ജേർണി എന്ന് വെച്ചാൽ മേ ബി ഇറ്റ് വിൽ ടേക്ക് 1 year 2 years ഡിപ്പെൻഡ് ഓൺ പീപ്പിൾ, റൈറ്റ്? മനസ്സിലായോ? അപ്പോൾ ആ ജേർണി ആദ്യം അതുകൊണ്ടാണ് പറയുന്നത് 1 year 2 year ഞാൻ പഠിക്കുകയാണ്, എനിക്ക് പൈസ ഉണ്ടാക്കാനല്ല എന്നുള്ള രീതിയിൽ തന്നെ വരാം. ആഫ്റ്റർ യു ഗെറ്റ് ദ ക്ലച്ച്, അത് ഒരു ക്ലച്ച് കിട്ടാണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സെറ്റില്ല. അതായത് നിങ്ങൾ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് വയസ്സായ കാലത്ത് വരെ ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ്. എവിടെയും പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായി? ആകെ ഒരു ഫോണേ വേണ്ടു. മനസ്സിലായി? അപ്പോൾ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്തും ഞാൻ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ സ്റ്റുഡൻറ്റ് ഈ നേരത്തെ പറഞ്ഞ റിട്ടേൺസ് ഒന്നും ആഗ്രഹിക്കേണ്ട. പക്ഷേ ഒരു 6 മാസത്തെ ഒരു 3 months ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു 100 രൂപ പ്രോഫിറ്റ് ഉണ്ടായാൽ മതി. പക്ഷേ ഒരു ബ്രേക്ക് ഈവനെങ്കിലും ആയിക്കോട്ടെ, ആ രീതിയിൽ ഒരു 3 മാസത്തെ ഒരു PNL ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം മനസ്സിലാക്കി കാണും. അതായത് 3 മാസം എന്ന് പറഞ്ഞാൽ എത്ര ട്രേഡിംഗ് ഡേയ്സാണ്? 20 വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60 ട്രേഡിംഗ് ഡേയ്സ് കടന്നു പോകുന്നൊരു വ്യക്തി. അറിയാലോ, 2 ആഴ്ച കൊണ്ടൊക്കെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവുന്ന ആൾക്കാരാണ്. അതെ, ഒറ്റ ദിവസം കൊണ്ടൊക്കെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവുന്ന സമയത്ത് ഒരു 3 മാസത്തെ ടൈം പീരീഡിലൊക്കെ ഒരു PNL ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ ട്രേഡിംഗ് ജേർണി കുറച്ചുകൂടി ഈസി ആവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ ടേക്ക് കെയർ ചെയ്യാൻ നോക്കാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്കൊരു കോളേജിൽ സെഷൻ ഉണ്ടായിരുന്നു. നമ്മൾ സെഷൻ ഉണ്ടായിരുന്നു. ആ സെഷൻ്റെ ഇടയിലും എൻ്റെ ട്രേഡ് ബാക്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സ്വപ്നം കണ്ടത് എന്തോ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ കാര്യത്തിൽ. അതായത് ഞാനൊരു എന്താ പറയുക ഒരു സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു, ബാക്ക് എൻഡിൽ ഞാൻ ഉണ്ടാക്കിയ പണം എനിക്ക് വേണ്ടി പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് വേറെ തന്നെ. പക്ഷേ അതിലേക്ക് എത്താൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്ട്രഗിലൂടെ കടന്നു പോയിട്ട് തന്നെയാണ് എത്തിയേക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ വെരിഫൈഡ് PNL കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇടുന്ന സമയത്ത് ഇവർക്ക് അറിയത്തില്ല ഞാൻ എത്രമാത്രം മുന്നിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു പോയിന്റിലേക്ക് എത്തിയെന്നുള്ളത്. എല്ലാവരും ലാസ്റ്റ് മാത്രമേ നോക്കൂ, അതിലേക്കുള്ള ജേർണി ആരും നോക്കാറില്ല. അതെ. അപ്പോൾ ആ ഒരു ജേർണി അപ്പോൾ എന്ത് തോന്നുന്നത്, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള പരിപാടി തന്നെ ആയിരിക്കില്ല, ഒരു പക്ഷേ ചിലപ്പോൾ ആയിരിക്കില്ല. ഇപ്പോൾ ഒരാൾ തന്നെ എത്ര തന്നെ ഹാർഡ് വർക്ക് ചെയ്താലും ചിലപ്പോൾ എത്തിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്ത ഒരു 10 പേരുണ്ടെങ്കിൽ അതിൽ 6 പേർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് അവർ ഫൈനാൻസ് എങ്ങനെ മാനേജ് ചെയ്യാം, അറ്റ്ലീസ്റ്റ് ട്രേഡിങ് പോട്ടെ, ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിലും അടിപൊളിയായിട്ട് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് ഉണ്ടല്ലോ. അതന്നെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വെറും ബൈയിങ് സെല്ലിംഗ് ഇക്വിറ്റി മാത്രമല്ലല്ലോ. നമുക്ക് അതിൽ SIPs ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, എന്തൊക്കെയുണ്ട് പറഞ്ഞ പോലെ.
അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ നോക്കുവാണെങ്കിൽ SIP രീതിയിൽ നോക്കുവാണെങ്കിൽ ഒരു 5000 രൂപ വെച്ചിട്ട് മാസം സേവ് ചെയ്യാൻ തന്നെ പറ്റിക്കഴിഞ്ഞാൽ ഒരു 20 കൊല്ലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 50 lakhs അടുത്തൊക്കെയാണ് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും നോളജ് അധികം ആൾക്കാർക്ക് ഇല്ല. ഞാൻ മെയിൻലി കംപ്ലൈൻറ്റ് പറയുന്നത് വെച്ചാൽ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെയാണ് അത് പറയും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഹിസ്റ്ററി, എന്താണ് പ്രസൻറ്റ്, നമ്മൾ ഭരിക്കുന്നത് ആരായി, പൊളിറ്റിക്സ് എന്താ, ഈ സാധനങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. അറിയേണ്ടെന്നല്ല. ആഫ്റ്റർ ഓൾ നമുക്ക് വേണ്ടുന്നത് ഫൈനാൻഷ്യൽ ക്ലാസ്, ഫൈനാൻഷ്യൽ ഫ്രീഡമാണ്. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. ഈവൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതായിക്കോട്ടെ, ഡോക്ടറേറ്റ് പഠിക്കുന്നതായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, ഇവരൊക്കെ എന്തിനായി പഠിക്കുന്നത്? ഡോക്ടറായിട്ട് പൈസ വന്നതിനാൽ ഏത് പണിയാലും ഇപ്പം എന്താ പണ്ടാരെല്ലാം പറഞ്ഞു ദുബായി പോയിട്ട് ബാത്റൂം വന്ന് പണിയെടുക്കാം. ആഫ്റ്റർ ഓൾ അവിടെ പൈസ കിട്ടുന്നോണ്ടാണ്. അത്രയും റിസ്ക്കുള്ള പണിയെടുത്തിട്ട് ആൾക്കാർ റെഡിയാണ് ആ പൈസ ഉണ്ടാക്കാൻ അല്ലേ. അപ്പോൾ ഇവിടെന്ന് വെച്ചാൽ നിങ്ങൾ ട്രേഡ് ചെയ്യണ്ട, അറ്റ്ലീസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റെങ്കിലും ചെയ്തിട്ട് എന്താ രീതിയിൽ പൈസ ഉണ്ടാക്കാം. ആ ഒരു 20-ാം വയസ്സിൽ, അതായത് എഡ്യൂക്കേഷൻ ഡിഗ്രിയിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു 20-24 ഇയേഴ്സ് ആകുമ്പോഴേക്കും ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെന്തായാലും ഒരു ജോലിക്ക് കയറും. മേ ബി ലൈക്ക് പഠിച്ച ജോലിയായിരിക്കും, പഠിക്കാത്ത ജോലിയായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. ട്രേഡിങ് പഠിക്കണമെന്നില്ല. ആ ഒരു ടൈം മുതൽ ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ ആ സാലറിനെ മര്യാദയ്ക്ക് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇത്ര എമൗണ്ട് ഞാൻ സേവിങ്സ് ചെയ്യുന്നു, ആ സേവിങ്സ് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ SIPs അങ്ങനത്തെ ഇടുന്നതാണെങ്കിൽ അവൻ്റെ ഒരു 45 ഇയേഴ്സ് ആകുമ്പോഴേക്ക് അത് എത്ര റിട്ടേൺ വരുന്നു അവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അവനൊന്നും ചെയ്യുന്നില്ല, അവൻ ആകെ മന്ത്ലി ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. മനസ്സിലായോ? അവൻ ഹിസ് മണി ഈസ് വർക്കിംഗ് ഫോർ ഹിം ബാക്ക്ഗ്രൗണ്ടിൽ. മനസ്സിലായോ? അപ്പോൾ ഒരു 20 ഇയേഴ്സ് ആകുമ്പോൾ ലൈക്ക് ഏകദേശം 25 ഇയേഴ്സിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 45 ഇയേഴ്സ് ആകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അവൻ്റെ റിട്ടയർമെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. എന്ന് വെച്ചിട്ട് അവൻ ഇതുവരെ ഡിപ്ലോയ് ചെയ്ത കംപ്ലീറ്റ് എമൗണ്ട് വിഡ്രോ ചെയ്യണമെന്നല്ല. അതിൽ നിന്ന് അവർക്ക് എന്താ വേണ്ട എമൗണ്ട് വിഡ്രോ ചെയ്താൽ റെസ്റ്റ് എമൗണ്ട് ഈ കീപ്പ് ഇറ്റ് ദെയർ. അതും വീണ്ടും മണി വിൽ മേക്ക് ഫോർ ഹിം അഗൈൻ. മനസ്സിലായി? ആ ഒരു ജേണി, ആ ഒരു ലൂപ്പ് കൊണ്ടുപോകുന്നതാണെങ്കിൽ ഞാൻ പറയാം, ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ ആരും പട്ടിണി കിടക്കുകയും ചെയ്യില്ല, ആർക്കും പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇതുപോലും ചെയ്യുന്നില്ല. ആൾക്കാർ വിചാരം ഈ ട്രേഡിങ്, ഈ ഇൻവെസ്റ്റ്മെന്റ്, SIPs എന്നുള്ള സംഭവം ഇത് എനിക്ക് പറ്റിയെന്നല്ല, ഇത് ആർക്കെങ്കിലും പറ്റുന്നത്. അത് അറിവില്ലായ്മയാണ് ഇവിടുത്തെ വില്ലൻ. അതാണ് അതേ പറഞ്ഞ ഫസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം വാസ് നോട്ട് പ്രോപ്പർ. ഇവിടെ ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ എന്താണ് അത് പഠിപ്പിക്കും. ജസ്റ്റ് സിമ്പിളായിട്ട് ചിന്തിക്കും, ഈ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ടീച്ചേഴ്സും ഈ ലെക്ചേഴ്സൊക്കെ എത്ര ഫൈനാൻഷ്യൽ സൈഡ് ജീവിക്കുന്നത് ആരും കണ്ടോ? നോബഡി ക്യാൻ സീ ദാറ്റ്. മനസ്സിലായി? ഓക്കെ സവാദേ, അപ്പോൾ ഇത്രയും നേരം ഇതൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ സവാദിന്റെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ ഓപ്ഷൻ ബയ്യറാണെന്ന് പറഞ്ഞു. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. അത് ആക്ച്വലി എൻ്റെ ഫാമിലി മാരീഡ് ഓപ്ഷൻ. അപ്പോൾ എനിക്ക് എൻ്റെ കണ്ട അത്ര പ്രായം തോന്നിക്കില്ല കേട്ടോ. താങ്ക്സ് ഫോർ യുവർ കോംപ്ലിമെന്റ്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ മക്കളുടെ ഫ്യൂച്ചറും ലൈക്ക് മേ ബി എനിക്ക് വീടെടുക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും ആയിക്കോട്ടെ, മേ ബി ലൈക്ക് ഫ്യൂച്ചറിലൊന്നും പറയാൻ പറ്റില്ല. അതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ SIPs കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മേ ബി ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് 45-50 ഇയേഴ്സ് കൊണ്ട് എൻ്റെ റിട്ടയർമെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ വെച്ചാൽ ലൈക്ക് യു നോ ദാറ്റ് നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് മേ ബി ഞാൻ എന്തായാലും പുറത്തേക്കോട്ട് ഉണ്ടാകുക. അപ്പോൾ ഇത്രയും നേരം സവാദിൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള കുറേ ടൈം തന്നതിൽ ഒത്തിരി താങ്ക് യു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ തന്നെ കുറേ നല്ല ഡിസ്കഷൻസ് വീണ്ടും ഉണ്ടായിക്കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർക്ക് അത് ഒത്തിരി പ്രയോജനപ്പെടുന്നു എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് മെയിനായിട്ട് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ട്രേഡിങ് ചെയ്തിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ നോളേജ് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിലായി? ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്യാണ്ട് നമുക്ക് ആർക്കും ഒന്നും പറയാൻ, കേൾക്കാനും പറയാൻ എല്ലാവർക്കും പറ്റും. ഇറങ്ങി തിരിച്ചാലേ കാര്യങ്ങൾ നടക്കും. സോ ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.